ഹേ ഓൾ വെൽക്കം ടു ഇംപൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത് നമ്മൾ തുടക്കം മുതലേ ഫാർമസി എന്ന് പറയുന്ന ഒരു കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫാർമക്കോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് റിവൈൻഡ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താ ഓർമ്മ വരിക? സോ ഡിഫറെൻറ്റ് റൂട്ട്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഓറലുണ്ട്, സബ്ലിംഗിലുണ്ട്, റെക്ടലുണ്ട്, ടോപ്പിക്കലുണ്ട്, ഇൻഹലേഷൻ ഉണ്ട്, പാരന്റലുണ്ട് അല്ലേ. പാരലൽ തന്നെ IV ഉണ്ട്, IM ഉണ്ട്, SSC ഉണ്ട്, ഇൻഹലേഷനിൽ ഇൻട്രാനേസലുണ്ട്, പൾമോണറി ഉണ്ട്. ട്രോപ്പിക്കലാണെങ്കിൽ ട്രാൻസ്ഡേർമൽ ഉണ്ട്, ഒപ്താൽമിക് ഉണ്ട്, OTIZ ഉണ്ട്, വെജീനൽ ഉണ്ട് അല്ലേ. സോ OTs ഓർ ഓട്ടിക് എന്ന് പറയും കേട്ടോ. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോകണ്ട. അപ്പം ഇത്രയും റൂട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കറിയാം അല്ലേ. സോ ഒരു ഡ്രഗ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പം എന്ത് കാര്യങ്ങൾ നോക്കണം? അവിടെ നോക്കുന്ന കാര്യങ്ങളാണ് 6Rs എന്ന് പറയാം. റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ഡോക്യുമെന്റേഷൻ. ചില ആൾക്കാർ വിട്ടുപോകുന്നൊരു കാര്യമാണ് റൈറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഡ്രഗ് നമ്മൾ കൊടുക്കുമ്പോഴും, ഏതൊരു ഡ്രഗ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും റൈറ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അധികമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്, പ്ലാസ്മയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. ഈവൻ അത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ആണ്. ബിക്കോസ് ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് ഒരു പ്രോപ്പർ തെറാപ്യൂട്ടിക് എഫിക്കസി ഉണ്ടായിരിക്കും. ആ ഒരു എഫിക്കസി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്മയിലേക്ക് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ ഡ്രഗ് മെറ്റാബോളിസവും ഡിസ്ട്രിബ്യൂഷനും എലിമിനേഷനും ഒക്കെ അണ്ടർഗോ ചെയ്ത് പോവായിരിക്കും ചെയ്യേണ്ടാവുക. ഇത്രയും നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മളൊരു ഡ്രഗ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? അത് വാട്ടർ ആണോ, ലിപ്പിഡ് സോലബിൾ ആണോ, അയോണൈസേഷൻ ആണോ? എന്നാൽ ഡ്രഗിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഇൻ ടേംസ് ഓഫ് വാട്ടർ, ലിപ്പിഡ് സോലബിലിറ്റി, അയോണൈസേഷൻ. ഓക്കെ, ഇനി തെറാപ്യൂട്ടിക് ഒബ്ജക്റ്റീവ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ എമർജൻസി കേസിലാണെങ്കിൽ IV കൊടുക്കണം. അപ്പോൾ റാപ്പിഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ നമുക്ക് വേണ്ട അല്ലേ. സോ ലോങ് ടേം യൂസ് ആണെങ്കിലോ നമുക്ക് ട്രാൻസ്ഡെർമൽ പാച്ചസ് ഉപയോഗിക്കാം. സൈറ്റ് ടാർഗറ്റിംഗ് ആണെങ്കിലോ ഐ ഡ്രോപ്പേഴ്സ്, സ്കിൻ ക്രീംസ് ഉപയോഗിക്കാം. ഇനി റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ എഫക്ട്സുകൾ എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ഡ്രഗ് ആക്ഷൻ, എഫിഷ്യൻസി ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ. സോ നമ്മൾ എപ്പോഴും നോക്കുന്ന എപ്പോഴാണ് അത് എത്ര നേരം കൊണ്ട് ഈ മരുന്ന് ഫുൾ ബോഡിയിൽ റീച്ച് ആകും, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആവുക, എപ്പോഴാണ് എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും കൺസേൺ ആവാറുണ്ട്. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ്, ഒന്നുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ആണ് എൻട്രൽ റൂട്ട്. അവിടെ തന്നെ ഓറൽ ഉണ്ട്, സബ്ലിംഗ്വൽ, ബക്കൽ, റെക്ടൽ. സോ എൻട്രൽ റൂട്ട് എന്ന് വെച്ചാൽ വിയ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ റൂട്ടാണ്. നമ്മുടെ ഓറൽ മുതൽ റെക്ടൽ വരെയുള്ള ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓറൽ ആണെങ്കിൽ സറൗണ്ട് ബൈ മൗത്ത്, സബ്ലിംഗ്വൽ ടങ്ങിന് നാവിനടിയിൽ വെക്കുക, ബക്കൽ ആണെങ്കിൽ ഗമ്മിനും ചീക്കിനും ഇടയിൽ, റെക്ടൽ ആണെങ്കിൽ റെക്ടം വഴി. സപ്പോസിറ്ററി, എനിമാസ് ഒക്കെയാണ്. നമ്മൾ സപ്പോസിറ്ററി ഒന്നും പതിവ് ഉപയോഗിക്കാറില്ല. എനിമാസ് ഒക്കെ നമ്മൾ സർജറിക്കൊക്കെ മുന്നേ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കൂടെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ ട്യൂബ്സ്. സോ നിങ്ങളിത് മേ ബി പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് ചിലപ്പോൾ ന്യൂവർ ക്ലാസിഫിക്കേഷനിൽ കാണാൻ പറ്റും. സോ നാസോ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ്ട്രോസ്റ്റോമി ട്യൂബ്സ് എന്ന് പറയും. സോ പാരലൽ റൂട്ടിലാണെങ്കിൽ ഇഞ്ചക്ഷൻ ആണ്. ID, SSC, IM, IV, IO ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻട്രാതീക്കിലാണെങ്കിൽ സ്പൈനൽ കാനലാണ്, അല്ലെങ്കിൽ സ്പൈനൽ കാനൽ വഴി നമ്മൾ അയക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ അധികം ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രോപ്പിക്കൽ റൂട്ട് ആണെങ്കിൽ സ്കിൻ ഉണ്ട്, ഐ ഉണ്ട്, ഇയർ ഉണ്ട്, നോസ് ഉണ്ട്, വജീന ഉണ്ട്. ഇൻഹലേഷൻ ആണെന്നുണ്ടെങ്കിൽ പൾമോണറി ഉണ്ട്, ഇൻട്രാനേസൽ സ്പ്രേസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ബാക്കി പറയുവാണെങ്കിൽ ഇനി ഓറൽ റൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മോസ്റ്റ് കോമൺ ആണ്, എന്നാൽ നമുക്ക് അധികം ഡ്രഗ്സുകൾ നമുക്കില്ല. എല്ലാ ഡ്രഗ് നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റുന്ന ഉണ്ടോ? ഇല്ല അല്ലേ. റെക്കോർഡ് ദ മോസ്റ്റ് കോംപ്ലക്സ് പാത്വേ ടു റീച്ച് ടാർഗറ്റ് ടിഷ്യൂ. അതായത് ഈ ഓറൽ റൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഡ്രഗ് കൊടുക്കുമ്പം ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രഗിന് ഒരു കോംപ്ലക്സ് ആയ ഒരു പാത്വേ കടന്നു പോകേണ്ടി വരും. കാര്യം ഒരുപാട് ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് ഭാഗത്ത് അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടാർഗറ്റ് ടിഷ്യൂലേക്ക് എത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മെയിൻ സൈറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, സ്റ്റൊമക്ക് അല്ല എന്നുള്ളതാണ് കേട്ടോ. ഡ്രഗ് അബ്സോർപ്ഷൻ മെക്കാനിസം എങ്ങനെയാണ്? പാസീവ് ഡിഫ്യൂഷൻ. സോ ലിപ്പോഫിലിസിറ്റി നോക്കിയിട്ടാണ് പാസീവ് ഡിഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക. അയണൈസ്ഡ് ഡ്രഗ്സ് പുവർലി അബ്സോർബ് ചെയ്യും. ഈ കാര്യം ഓർത്തിരിക്കുക. അയോണൈസ്ഡ് ഡ്രഗ് ആണെങ്കിൽ പുവർലി, ആണെങ്കിൽ അൺഅയണൈസ്ഡ് ഡ്രഗ് ആണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. സോ അവിടെയാണ് സ്ട്രോങ് ബേസും ആസിഡിന്റെ കേസിലും പറയുന്നത്. സ്ട്രോങ് ആസിഡോ ബേസോ ആണെങ്കിൽ ഫുള്ളി അയണൈസ്ഡ് ആൻഡ് പുവർലി അബ്സോർബ്ഡ് ആണ്.
ഇനി ആക്റ്റീവ് ഡിഫ്യൂഷൻ ആണ്. അവിടെ കാരിയർ പ്രോട്ടീൻ ആവശ്യമാണ്. അതായത് നമുക്കൊരു പ്രോട്ടീൻ വേണം. പാസീവ് ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് വിത്തൗട്ട് എനർജി എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ആക്റ്റീവ് ഡിഫ്യൂഷൻ അങ്ങനെയല്ല, നമുക്ക് അവിടെ ഒരു കാരിയർ വേണം, എനർജി ആവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ കാൽഷ്യം ആണെങ്കിൽ വൈറ്റമിൻ ഡി ഡിപ്പെൻഡന്റ് കാരിയർ ആണ്, അതിന് എക്സാമ്പിൾ പോലെ. എന്തുകൊണ്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് മെയിൻ സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് ഞാൻ പറയാൻ റീസൺ എന്നറിയോ? നമുക്ക് ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. സ്റ്റൊമക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് റെസിഡൻസ് ടൈം ഒരു അപ്രോക്സിമേറ്റ് 4 hours തന്നെ ഇൻറ്റസ്റ്റൈനിനകത്ത് കിടക്കാറുണ്ട്. പക്ഷേ സ്റ്റൊമക്കിലാണെങ്കിൽ 0.5 to 1 hour ആണ് സ്റ്റൊമക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ മെയിൻ സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി എഫക്റ്റ് ഓഫ് ഫുഡ് ഓൺ ഡ്രഗ് അബ്സോർപ്ഷൻ. സോ ഡ്രഗ് അബ്സോർപ്ഷനിൽ ഫുഡിന് എന്തെങ്കിലും ഉണ്ടോ? ഡിലേ ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈ, ഇൻക്രീസ് റിസ്ക് ഓഫ് ആസിഡ് ഡീഗ്രഡേഷൻ ഓഫ് ദ ഡ്രഗ്. അതായത് നമ്മൾ ഫുഡ് അധികം കഴിക്കുന്നു, മരുന്നും കഴിക്കുവാണെങ്കിൽ ചില ഡ്രഗ്സുകളെ ബാധിക്കാറുണ്ട്. ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈം ഡിലേ ചെയ്യിപ്പിക്കുകയും അങ്ങനെ ആസിഡ് കാരണം ഡ്രഗ് ഡീഗ്രേഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ചില ഡ്രഗ്സുകളും ഡ്രഗുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫുഡുമായിട്ട് നമുക്ക് എപ്പോഴും ഇൻട്രാക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അബ്സോർപ്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാറുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റൈൻ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഓൾട്ടർനേറ്റ് ഗ്യാസ്ട്രിക് മോർട്ടാലിറ്റി. ഇപ്പം ഡയറി ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇച്ചിരി വയറ്റിളക്കം തൂത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അബ്സോർപ്ഷനെ ബാധിക്കാറുണ്ട്. അത് അവർക്ക് എന്ത് സംഭവിക്കും? അബ്സോർപ്ഷൻ കുറയ്ക്കുമായിരിക്കും ചെയ്യേണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് സ്പ്ലെൻജിൻസ് ബ്ലഡ് ഫ്ലോ ആണ്. സോ റെഡ്യൂസ് ഡ്യൂറിങ് ഷോക്ക് വിച്ച് ലിമിറ്റ് ഡ്രഗ് അബ്സോർപ്ഷൻ. അതായത് സ്പ്ലാഞ്ചിൻസിന്റെ ബ്ലഡ് ഫ്ലോ കുറയുവാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷോക്ക് സമയത്തൊക്കെ കുറയുവാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് അബ്സോർപ്ഷൻ കുറയുന്നു. പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഫോർമുലേഷൻ, ഇത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കലാണ്. അതായത് പാർട്ടിക്കിൾ സൈസ് ഒക്കെ കൂടുതലാണ് കുറവാണെങ്കിലും ഉറപ്പായിട്ടും അബ്സോർപ്ഷനെ ബാധിക്കാറുണ്ട്. ആൻഡ് ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് ആണ്. അയോണൈസേഷൻ, ഇൻട്രാക്ഷൻ, ഇപ്പം ഡയറ്ററി കമ്പോണൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ടെട്രാസൈക്ലിൻ വിത്ത് കാൽഷ്യം ആൻഡ് ഡയറ്ററി പ്രൊഡക്ട്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് റെഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്? അബ്സോർപ്ഷൻ കുറയാറുണ്ട് എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഓറൽ റൂട്ട്, സ്വന്തമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, പെയിൻലെസ് ഫ്രീ ആണ്, സേഫ് ആണ്. അബ്സോർപ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, പക്ഷേ എന്നാൽ നമുക്ക് പാനൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും ഇല്ല കേട്ടോ. സോ അബ്സോർപ്ഷൻ ഒക്കെ സ്ഥലം എൻ്റെ ജി അട്രാക്ട് ഫുള്ളി ജി അട്രാക്ട് വഴി തന്നെയാണ് അബ്സോർപ്ഷൻ ഫുൾ നടക്കുന്നത്. എക്കണോമിക്കലാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? അൺപ്ലസന്റ് ടേസ്റ്റ് ആണ്, വലിയ രുചിയൊന്നും ഇല്ല, ചിലപ്പം നൗസിയ വോമിറ്റിംഗ് ഫീൽ ചെയ്യിപ്പിക്കാം. പിന്നെ ഗ്യാസ്ട്രിക് ആസിഡ് എൻസൈം കാരണം ഡിസ്ട്രക്ട് ചെയ്യാം. അബ്സോർപ്ഷൻ ഒക്കെ ഒരുപാട് ഹിൻഡർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ആവാം. സ്ലോ വൺസെറ്റ് ആണ്, നമുക്ക് എമർജൻസിയിൽ കൊടുക്കാൻ പറ്റില്ല, അൺകോൺഷ്യസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല, ഇപ്പോൾ സർജറി ഒക്കെ വേണ്ട ആവശ്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് പാസ് എഫക്റ്റ് കാണിക്കാറുണ്ട്. എന്താണ് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു മരുന്ന് കഴിച്ചു എന്ന് വെച്ചോളൂ, മരുന്ന് കഴിച്ചു, നമ്മുടെ വയറ്റിനകത്ത് സ്റ്റൊമക്കിനകത്തേക്ക് വന്നു, അവിടെ നിന്ന് ലിവറും ഉണ്ട്, പോർട്ടൽ വെയിനും ഉണ്ട്. സോ ലിവർ വഴി പോർട്ടൽ വെയിൻ എത്തുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കുറേ എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇവിടെ ഡ്രഗ് ഡീഗ്രേഡ് ചെയ്യും, നശിച്ചു പോകും. അങ്ങനെ നമ്മളെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യില്ല, ഡ്രഗ് എത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയുക. സോ ഡ്രഗ് അബ്സോർബ് വിയ GI tract go to the liver via portal vein. So they may be metabolized before entering systematic circulation and reduce bioavailability. അപ്പോൾ അവിടെ വെച്ച് തന്നെ മെറ്റബോളൈസ് ചെയ്യും, എൻസൈംസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ മെറ്റബോളൈസ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും നമുക്ക് ബയോ അവൈലബിലിറ്റി കാണിക്കില്ല. സോ എക്സാമ്പിൾ ഫോർ ഡ്രഗ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫസ്റ്റ് പാസ് എഫക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ലിഡോക്കൈൻ ആണ്. ലിഡോക്കൈൻ നമ്മൾ ഓർലി കൊടുക്കാറുള്ളത് ഇൻഎഫക്റ്റീവ് ആണ്, ബിക്കോസ് ലിവർ എത്തുമ്പോൾ മെറ്റബോളൈസ് ആവും. നെക്സ്റ്റ് വൺ ഇസ് പ്രൊപ്പനോൾ ആണ്. ലാർജ് പോർഷൻ ഇസ് മെറ്റബോളൈസ്ഡ് ബൈ ദ ലിവർ. നൈട്രോഗ്ലിസറിൻ ഓവർ 90% ഇസ് മെറ്റബോളൈസ് ഇൻ ലിവർ, നോട്ട് സ്യൂറ്റബിൾ ഫോർ ഓറൽ യൂസ്. ഈ എക്സാമ്പിളൊക്കെ പഠിച്ചു വെക്കുക. നൈട്രോഗ്ലിസറിൻ, പ്രൊപ്പനോൾ, ലിഡോക്കൈൻ ഉണ്ട്, എന്താണ് മെറ്റബോളൈസ് ചെയ്യും. പ്രൊപ്പനോൾ ആണെങ്കിൽ ലാർജ് പോർഷൻ മെറ്റബോളൈസ് ചെയ്യും. നൈട്രോഗ്ലിസറിൻ 90% പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്തെങ്കില്ല ഓർലി കൊടുക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കുക, സബ്ലിംഗ്വൽ, നാവിനടിയിലിടാൻ നമ്മൾ കൊടുക്കുക, അതാണ് ഓർത്ത് വെക്കുക. ഇനി സബ്ലിംഗ്വൽ ആൻഡ് ബക്കൽ റൂട്ട്സ് ആണ്. സബ്ലിംഗ്വൽ റൂട്ട് ആണെങ്കിൽ എന്താണ്, ഡ്രഗ് പ്ലേസ് അണ്ടർ ദ ടങ് ആണ്. ബക്കൽ റൂട്ട് ആണെങ്കിൽ ഡ്രഗ് ഈസ് പ്ലേസ് ബിറ്റ്വീൻ ഗം ആൻഡ് ചീക്ക്. മറന്നുപോകും, ഇതിവിടെ മിക്കവാറും ആൾക്ക് തെറ്റിക്കാറുണ്ട്. ബക്കൽ ആണെങ്കിൽ ഗമ്മും ചീക്കും ആണ്, സബ്ലിംഗ്വൽ ആണ് നാവിനടിയിൽ. ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. അഡ്വാൻറ്റേജ് റാപ്പിഡ് അബ്സോർപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് പാസ് മെറ്റബോളിസം അവോയ്ഡ് ചെയ്യും, ഡ്രഗ് സ്റ്റേബിൾ ആണ്, എമർജൻസി സിറ്റുവേഷനിൽ പോലും കൊടുക്കാൻ പറ്റും. ഈ അഞ്ചീന, ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർക്ക് നൈട്രോഗ്ലിസറിനൊക്കെ നാവിനടിയിടാൻ വേണ്ടിയിട്ട് എപ്പോഴും പോക്കറ്റിൽ വെച്ചിരിക്കാൻ പറയും, ബിക്കോസ് ഇത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒഴിവാക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇൻകൺവീനിയൻ്റ് ആണ്, നാവിനടിയിലും ചീക്കണിലും വെക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഡോസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാഡ് ടേസ്റ്റ് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ റെക്ടൽ റൂട്ട് പേര് പറയുന്ന പോലെ തന്നെ റെക്ടത്തിൽ വെക്കുകയാണ് ചെയ്യുക. 50% ഓഫ് റെക്ടൽ ബ്ലഡ് ഫ്ലോ ബൈപ്പാസ് ദ ലിവർ. കണ്ടോ, നമുക്ക് ലിവർ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. 50% നമുക്ക്
ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാസ് എഫക്റ്റ് മിനിമൈസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസിഡ് സ്റ്റൊമക്ക് എൻവയോൺമെൻറ്റ് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും, അൺകോൺഷ്യസ് വോമിറ്റിംഗ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റ്, ചൈൽഡ്, ലോക്കൽ എഫക്റ്റ് ലൈക്ക് ലക്സേറ്റീവ്സ് പോലെ കൊടുക്കാൻ പറ്റും, സിസ്റ്റമാറ്റിക് എഫക്റ്റ് നമുക്കുണ്ട്. പക്ഷേ വെൻ ഓൾ റൂട്ട് ഈസ് നോട്ട് ഫീസിബിൾ, നമുക്ക് ഓൾ റൂട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ റെക്ടലിൽ പോകാറുള്ളൂ. ചിലപ്പോൾ ചെറിയ ഡിസ്കംഫോർട്ടബിൾ കാണിക്കാറുണ്ട്. ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ് അബ്സോർപ്ഷൻ നടക്കുക, അതൊന്നും കോൺസ്റ്റൻ്റ് അല്ല. അൺകംഫോർട്ടബിൾ ആണ്, ഇറിറ്റേറ്റിംഗ് ഡ്രഗ്സ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, ചെറിയ ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് GI ട്യൂബ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടെ എക്സാമ്പിൾ നാസോ ഗ്യാസ്ട്രിക് ഓർ ഗ്യാസ്ട്രോസ്റ്റോമി ആണ്. സോ നമ്മൾ ഓറൽ റൂട്ട് പോസിബിൾ അല്ലാ സമയത്ത് ഈ സർജറി പേഷ്യൻസിനൊക്കെ മൂക്കിലൂടെ വയറിടത്തില്ലേ, ആ ഒരു പരിപാടിയാണ്, ട്യൂബ് ഇടുന്ന പരിപാടിയാണ്. അബ്സോർപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും, ലിക്വിഡ് ഫോംസ് എല്ലാം ക്രഷ് ചെയ്ത് ടാബ്ലറ്റ്സും ഒക്കെ ക്രഷ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടാവുക. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് റിൻസ് ചെയ്യും. നമ്മൾ ഡ്രഗ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ റിൻസ് ചെയ്യും, ഒന്ന് കഴുകും, വെള്ളം നമ്മൾ ഒരു സിറിഞ്ചിനകത്ത് വെച്ചിട്ട് നമ്മൾ കയറ്റി വിടും. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്ലോഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വൺ GI ട്യൂബാണ്. സോ GI ട്രാക്റ്റിനകത്തേക്ക് പേഷ്യൻസിന് ഡ്രഗ് എടുക്കാൻ വേണ്ടി ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ലോങ് ടേമിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ. സോ ഇഞ്ചക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യാറുണ്ട്. സോ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ നമ്മൾ വായിൽ കൂടെ ഇടുന്നതാണ്. നമുക്ക് 2-3 ഉണ്ട്, നാസോയും ഉണ്ട്, ഗ്യാസ്ട്രോ ഉണ്ട്. മൂക്കിലൂടെ ഇടുന്നുണ്ട്, വായിലൂടെ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മറന്നു പോയത്, ട്യൂബ് നമുക്ക് ചിലപ്പോൾ ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രിക്കോഷൻസും കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് പാരലൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ പാരലൽ റൂട്ട് ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം, എന്നിട്ട് മാത്രമേ ഞാൻ പാരലൽ എടുക്കുകയുള്ളൂ. അത് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ എടുക്കാം. ബിക്കോസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പക്കയായി എക്സാമ്പിൾ പഠിച്ചതിന് ശേഷം നമുക്ക് പോവാം. അത് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.